UDF ഗവൺമെന്റ് സ്വീകരിച്ച അംഗീകരിച്ച് നടപ്പിലാക്കി വരുന്ന മദ്യനയം വളരെ വിജയകരമാണ്. കേരളീയ സമൂഹത്തിൽ ഗുണപരമായ വലിയൊരു മാറ്റത്തിലേക്ക് അത് നയിച്ചിട്ടുണ്ട്. സാമൂഹ്യ രംഗത്ത്, ഗാർഹിക രംഗത്ത്, പൊതുരംഗത്തൊക്കെ അതിൻ്റേതായ ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മദ്യത്തിൻ്റെ ഉപയോഗം 24.87% കഴിഞ്ഞൊരു വർഷങ്ങളായി വർദ്ധിച്ചുകൊണ്ടിരുന്ന മദ്യത്തിൻ്റെ ഉപയോഗം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് 24.87% കുറഞ്ഞിരിക്കുന്നു. ലിക്കർ റിലേറ്റഡ് ആയിട്ടുള്ള അപകടങ്ങളും കുറ്റകൃത്യങ്ങളും കുറഞ്ഞിരിക്കുന്നു. തന്നെയുമല്ല, ഇന്ന് കേരളം ഗവൺമെന്റ് അംഗീകരിച്ച മദ്യനയം സാർവത്രികമായി ലോകതലത്തിൽ തന്നെ ശ്രദ്ധേയമായിരിക്കുന്നു. ഇപ്പോൾ തമിഴ്നാട് തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം കേരള മോഡൽ വേണമെന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെ ബീഹാർ മദ്യനിരോധനത്തിലേക്ക് പോകുന്നു എന്നുള്ള വളരെ ആവേശകരമായ ഒരു പ്രസ്താവനയാണ്, തീരുമാനമാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത്. ഇങ്ങനെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സ്വാധീനത്തിൽ നിന്നും സമൂഹത്തെ, തലമുറകളെ രക്ഷിക്കുക എന്നുള്ള വ്യാപകമായി അംഗീകരിക്കപ്പെട്ട നയവുമായി UDF മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ അത് പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് LDF, പ്രത്യേകിച്ചും CPM ശ്രമിച്ചു വരുന്നത് എന്നുള്ളത് വളരെ പ്രകടമായിരുന്നു. മദ്യലോബിയും CPM നേതൃത്വവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ പരസ്യമായ പ്രകടമായ രൂപമാണ് ഇന്ന് CPM നേതൃതലത്തിൽ നിൽക്കുന്ന ആ തരത്തിലുള്ള പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സഖാവ് പിണറായിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്.